കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ നക്ഷത്രത്തെ നിർമ്മിച്ചത്. യേശുവിന്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള ഓരോ സംഭവങ്ങളും ഈ നക്ഷത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി നഗരസഭാ മേയർ പ്രൊഫസർ മേഴ്സി വില്യംസ് ആണ് ക്രിസ്മസ് രാവിൽ ഈ ഭീമൻ നക്ഷത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഗിന്നസ് ബുക്ക് റെക്കോർഡ് അധികൃതർ അടുത്ത ദിവസം തന്നെ നക്ഷത്രത്തെ പരിശോധിക്കാൻ കൊച്ചിയിൽ എത്തുന്നുമുണ്ട്. അനൂപ് ശശിധരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ക്രിസ്മസ് കേക്കുകളെ പറ്റിയുള്ള പ്രത്യേക റിപ്പോർട്ടിലേക്ക് വീണ്ടും. 1883 ഡിസംബർ 23 ഫ്രാൻസിസ് കാർണാക് ബ്രൗൺ സാഹിബിന് തലശ്ശേരിക്കാരൻ മമ്പള്ളി ബാപ്പു ഉണ്ടാക്കിക്കൊടുത്ത കേക്കിന്റെ ആദ്യ മധുരം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ്. 1880 തന്നെ തലശ്ശേരിയിലെ ആദ്യത്തെ ബേക്കറി തുറന്ന മമ്പള്ളി ബാപ്പുവിന്റെ മുന്നിലേക്ക് വിദേശത്ത് നിന്ന് വന്ന കേക്കുമായി ചെന്ന സാഹിബ് ഇതുപോലൊരെണ്ണം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിച്ചു. മുൻ പരിചയമില്ലാതിരുന്ന ധർമ്മടത്തെ ഒരു കൊല്ലപ്പണിക്കാരൻ ഉണ്ടാക്കി നൽകിയ അച്ചിൽ തീർത്ത കേക്ക് വിദേശിയായ ഒറിജിനലെ വെല്ലുന്നതെന്ന് സാഹിബ് സർട്ടിഫിക്കറ്റ് നൽകി. തലശ്ശേരിയിലെ ബേക്കറിക്കാർ കേക്ക് നിർമ്മാണത്തിൽ മമ്പള്ളി ബാപ്പുവിന്റെ പേര് 1.25 നൂറ്റാണ്ടിനിപ്പുറവും കാത്തു സൂക്ഷിക്കുന്നു. പലതരം കേക്കുകളും ഉണ്ടാക്കുന്നുണ്ട്. ഏതാണ്ട് 10-40 വെറൈറ്റീസ് ഉണ്ട്. അത് അതാത് കൊല്ലം വളരെ നല്ല നിലയിൽ ഇത് നടന്നു പോകുന്നുണ്ട്. കേക്ക് നിർമ്മാണത്തിലും ബേക്കറി വ്യാപാരത്തിലും തലശ്ശേരിയേക്കാൾ മികച്ച ഇടങ്ങൾ രാജ്യത്ത് വേറെയും ഉണ്ടാകാം. പക്ഷേ ഓരോ ക്രിസ്മസ് കാലത്തും ഇവിടെ നിന്നും കേക്ക് വാങ്ങുന്നവർ യേശുക്രിസ്തുവിനൊപ്പം മമ്പള്ളി ബാപ്പുവിനെയുമാണ് പിന്തുടരുന്നത്. ഈ സനീഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. ലോകത്തിന്റെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ദില്ലിയും പങ്കുചേർന്നു. ദില്ലിയിലും വടക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്നലെ രാത്രി ക്രിസ്മസ് ആഘോഷങ്ങളും ദേവാലയങ്ങളിൽ തിരുദിന ശുശ്രൂഷയും നടന്നു. ദില്ലിയിലെ സേക്രഡ് ഹാർട്ട് അരമനയിൽ മലയാളികൾക്ക് വേണ്ടി പ്രത്യേക ശുശ്രൂഷയും ഉണ്ടായിരുന്നു. തണുപ്പിന്റെ തലപ്പത്തെത്തിയാൽ ആഘോഷിക്കുന്നതാണ് റോമിന്റെ സംസ്കാരം. ക്രിസ്മസിന്റെ ഈ ആഘോഷമാണ് ദില്ലിയിലെ 4 ഡിഗ്രി തണുപ്പിൽ കഴിഞ്ഞ രാത്രി പാട്ടും പ്രാർത്ഥനയുമായി കൊണ്ടാടിയത്. ദില്ലിയിലെ സേക്രഡ് ഹാർട്ട് അരമനയിലായിരുന്നു പ്രധാന തിരുദിന ശുശ്രൂഷ. രാത്രി 7 മണിക്ക് തന്നെ തുടങ്ങിയ തിരുദിന ശുശ്രൂഷയിൽ ദില്ലി മലയാളികൾക്കായി പ്രത്യേക പ്രാർത്ഥനയുണ്ടായിരുന്നു. മലങ്കര കാത്തോലിക്ക സഭയുടെ ബാഹ്യ കേരള ബിഷപ്പ് ഡോക്ടർ ജേക്കബ് മാർ ബർണബാസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ദൈവപുത്രൻ മനുഷ്യനായ ഈ ദിവസം അത്യുന്നതങ്ങളിലെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് മാലാഖമാർ ആശംസിച്ച ആ ആശംസ ദൈവത്തെ തേടുന്ന എല്ലാ മനുഷ്യർക്കും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോൾഡഖാന സെന്റ് പീറ്റേഴ്സ് യാക്കോബായ ദേവാലയത്തിലെ ചടങ്ങുകൾക്ക് ഫാദർ വർഗീസ് പോൾ കാർമ്മികത്വം വഹിച്ചു. RK പുരം, ഹൗസ് കാഫ്, ഫരീദാബാദ്, മയൂർധാർ തുടങ്ങിയ ദില്ലിയിലെ മറ്റ് സ്ഥലങ്ങളിലും തിരുദിന ശുശ്രൂഷയും ക്രിസ്മസ് ആഘോഷങ്ങളും നടന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. ഒമാനിലെ വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ക്രിസ്മസ് പ്രാർത്ഥനകൾ നടന്നു. റൂബി ചർച്ച് കോമ്പൗണ്ടിൽ നടന്ന പ്രാർത്ഥനകളിൽ വിവിധ വിശ്വാസികൾ പങ്കെടുത്തു. തിരുപ്പിറവിയുടെ സന്ദേശം അറിയിച്ച കരോൾ സർവീസുകൾ സജീവമായ ദിനരാത്രങ്ങൾക്ക് ശേഷം പ്രത്യാശയുടെ സുവിശേഷവുമായി ക്രിസ്തുമസ് ദിനമെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഒമാനിലെ ക്രിസ്തീയ വിശ്വാസികൾ. കഴിഞ്ഞ 25 ദിവസം ആചാര അനുഷ്ഠാന പ്രകാരമുള്ള പ്രാർത്ഥനകളോടുകൂടി നോമ്പ് നോറ്റ് തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ ദേവാലയങ്ങളിൽ നടന്ന തീജ്വാല ശുശ്രൂഷയിൽ വളരെ ഭക്തിപൂർവ്വം പങ്കുകൊണ്ടു. ഭൂമിയിൽ സമാധാനം, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് ശാന്തി. റൂബി ചർച്ച് കോമ്പൗണ്ടിൽ എല്ലാ ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങൾക്കും ആരാധന നടത്തുവാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. 10,000-ലേറെ വിശ്വാസികൾ ഒത്തൊരുമിച്ച് പാതിര കുർബാനയ്ക്ക് എത്തിയത് ക്രിസ്തുമസ് മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണുവാനുള്ള മഹത്തായ സന്ദേശമായി മാറി. സെന്റ് പീറ്റർ ആൻഡ് പോൾ, ഗാല ഹോളി സ്പിരിറ്റ് കാത്തലിക് ചർച്ച്, ഓർത്തഡോക്സ്, മാർത്തോമ, CSA, ജാക്കോബൈറ്റ് എന്നീ സഭാ വിഭാഗങ്ങളെല്ലാം പാതിര കുർബാന ഒരുക്കിയിരുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെ സന്ദേശം തങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി വിശ്വാസികൾ പിരിഞ്ഞു. മസ്കലിലെ റൂബി ചർച്ച് കോമ്പൗണ്ടിൽ നിന്നും ക്യാമറമാൻ നിയോടൊപ്പം ബിനോ, ഏഷ്യാനെറ്റ് ന്യൂസ്.